ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പൊള്ളി ഐറ്റമാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനൊരു ഐറ്റം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ലെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കണ്ട ശേഷം ഇതറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ എന്തായാലും ഞെട്ടും കേട്ടോ. ഇത് നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു പാത്രം എടുക്കുക. മൺചട്ടി വേണമെന്നൊന്നുമില്ല കേട്ടോ. ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് ഈ ഒരു പാത്രത്തിൻ്റെ അളവിന് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റേഷൻ കടയിലെ പച്ചരിയാണ്, നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ചതായാലും കുഴപ്പമില്ല, എങ്ങനെയാലും കുഴപ്പമില്ല. അപ്പോൾ അതാദ്യം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. റേഷൻ കടയിലെ പച്ചരി ആയതുകൊണ്ട് തന്നെ നല്ലോണം പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 4-5 തവണയൊക്കെ ഒന്ന് കഴുകി നല്ലോണം പൊടി പോകുന്നവരെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ പാത്രത്തിൻ്റെ അളവിൽ തന്നെ ഒരു പാത്രം ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ. തൊണ്ടില്ലാത്ത ഉഴുന്ന് തന്നെ എടുക്കുക കേട്ടോ. മറ്റേ ഉഴുന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതിനെ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തൊണ്ടില്ലാത്ത ഉഴുന്ന് തന്നെ എടുക്കുക. ഇനി ഇതും നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പുട്ടിനും അതുപോലെ തന്നെ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ അരി പൊടിച്ച് വെക്കാറുണ്ട്. അതുപോലെ തന്നെ പാക്കറ്റായിട്ട് നമുക്ക് മേടിക്കാനും കിട്ടും. പക്ഷെ ദോശയ്ക്കും ഇഡലിക്കും പൊടിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ രണ്ടും നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണക്കാൻ വെക്കുക കേട്ടോ. അതായത് നല്ലോണം വെള്ളം വറ്റി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലോണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിൽ കൊള്ളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം നല്ലോണം ഒന്ന് വെടിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. പച്ചരി ഉഴുന്നും ഇതുപോലെ ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ പച്ചരി ഉഴുന്നും നല്ലോണം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വെടിഞ്ഞ് ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴുകുന്നതിന് മുന്നേ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഡ്രൈനെസ്സാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി ഒരു അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കുക. ഏത് ചട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ പച്ചരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചൂടാക്കി എടുത്താൽ മാത്രം മതി. നല്ലോണം ഫ്രൈ ആക്കി എടുക്കരുത്. അതായത് ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ ഈ അരി എടുക്കുന്ന സമയത്ത് കൈ പൊള്ളാനും പറ്റില്ല, എന്നാൽ ജസ്റ്റ് ഒരു ചൂടും വേണം കേട്ടോ. ആ ഒരു രീതിക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ആ തുണി നമ്മൾ നേരത്തെ വെച്ചില്ലേ അതിൽ തന്നെ ഞാൻ ഇട്ടിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉഴുന്നും അതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഉഴുന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. പച്ചരി ആയാലും ഉഴുന്നായാലും എല്ലാം അതുപോലെ തന്നെയാണ് കേട്ടോ ചൂടാക്കി എടുക്കുന്നത്. ഇതൊരു പകുതി ചൂടാവുന്ന സമയത്ത് ചെറിയ സ്പൂണിന് 1 സ്പൂൺ മാത്രം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ എടുത്ത പാത്രമില്ലേ ആ ഒരു പാത്രത്തിന് 1.25 കപ്പ് ഞാൻ വെള്ള അവിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ മട്ട അവിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറും. അതുകൊണ്ട് തന്നെ വെള്ള അവിൽ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. 1.25 കപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ 1/4 കപ്പിൻ്റെ വീഡിയോ എൻ്റെ നിന്ന് ഡിലീറ്റ് ആയി പോയത് കൊണ്ടാണ് അത് ഇല്ലാത്തത് ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ 1.25 കപ്പ് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ കയ്യിലെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈ പൊള്ളുന്നില്ല, ആ ഒരു ലെവലിലേക്ക് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ആ ചൂട് നല്ലോണം ആറുന്ന വരെ നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഞാൻ പച്ചരി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും ഒരുമിച്ച് വേണമെങ്കിലും പൊടിച്ചെടുക്കാം. പക്ഷെ ഞാൻ രണ്ടിൻ്റെയും ഒരു അരയ്ക്കുന്നത് മാറ്റം ഉണ്ടാവില്ലേ എന്ന് കരുതിയിട്ടാണ് പച്ചരി ആദ്യം പൊടിച്ചെടുക്കുന്നത്. എന്നിട്ട് ഒരു ചല്ലടി വെച്ചിട്ട് നല്ലോണം അരിച്ചെടുക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ മില്ലി കൊണ്ട് പൊടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ അളവിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് മില്ലി കൊണ്ട് പൊടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം നൈസായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിപ്പോൾ കുറേ നേരം ഞാൻ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുന്നുണ്ട്. ഓരോ തവണയും ഒരു തവണ അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിക്സി ജാറ് ചൂടാറിയ ശേഷമാണ് അടുത്ത് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ പച്ചരി പൊടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് ഉലുവയും ഉഴുന്നൊക്കെ ഇല്ലേ അതുകൂടി ഞാൻ പൊടിച്ചെടുത്തിട്ട് ഇത് ഒരുമിച്ച് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇനി അവസാനം വരുന്ന ഈ തരി നമുക്ക് വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതുപോലെ അരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ആൾ വന്നിട്ട് സഹായിച്ച് തരുന്നുണ്ട് കേട്ടോ. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ആളത് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൊടി എല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും പൊടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ചെറുതായിട്ടൊക്കെ ഒരു തരിയുണ്ട് കേട്ടോ. നമ്മുടെ മിക്സിയുടെ ജാറിൽ തന്നെയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനൊരു ടിപ്പ് കൂടി പറഞ്ഞുതരാം കേട്ടോ. ഞാൻ പൊടിച്ചത് ഇതുപോലൊരു കണ്ടെയ്നറിൽ ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തലേദിവസം എടുത്ത് ഇതൊന്ന് കലക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കലക്കി വെക്കുന്നതൊക്കെ നോക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട്
ദോശ ഇഡലിക്കൊക്കെ മാവ് നമ്മൾ ഏത് രീതിയിലാണ് കലക്കി വെക്കുക ആ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ലൂസാക്കി എടുക്കുക കേട്ടോ. നിങ്ങൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുന്ന സമയത്ത് ഈ പൊടി ചിലപ്പോൾ ചെറിയൊരു തരി ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ അത് നല്ലോണം നൈസായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് കലക്കിയ ശേഷം നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടി നിങ്ങളൊന്ന് വെള്ളം ഒഴിച്ച ശേഷം ഉപ്പൊക്കെ ഇട്ടിട്ട് അടിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇത് നമ്മുടെ എല്ലാ മിക്സിങ്ങും കഴിഞ്ഞു. ഇത് നമ്മുടെ മാവ് നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതെന്തായാലും ആ പാത്രത്തിൽ പൊന്തിപ്പോവും. അതിൽ ഫുള്ള് മാവായത് കൊണ്ട് തന്നെ ഞാൻ 2 പാത്രത്തിലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കാലത്ത് എണീറ്റ് ഒരു 10-12 മണിക്കൂറെങ്കിലും നിങ്ങളിത് പൊന്താനായിട്ട് സമയം കൊടുക്കണം കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എന്തായാലും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കൈ വെച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യണം. ഒരു 5 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ മാവ് ഇത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ ഇഡലി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇഡലി ഇത് ഞാൻ ഓരോ തട്ടിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇഡലിൻ്റെ നമ്മുടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ നല്ല പഞ്ഞ് പോലെയുള്ള നല്ല സോഫ്റ്റ് ഇഡലി അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നിങ്ങൾക്ക് കുറേ നാൾ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഇഡലിക്കും ദോശയ്ക്കൊക്കെ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിടാൻ മറക്കും. വൈകുന്നേരം ആകുമ്പോഴാണ് ഇട്ടില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പൊടിച്ച് വയ്ക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, തലേ ദിവസം ഇതൊന്ന് കലക്കി വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഞാൻ ദോശയും ഇഡലിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ റോസ്റ്റ് പോലെ കിട്ടുന്നുണ്ടെങ്കിൽ നല്ലോണം നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു റോസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റിൽ കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഉപകാരപ്പെടും. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നമ്മുടെ ഒരുപാട് നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതുകൂടി ഒന്ന് പോയി കാണണേ.